പോവല്ല. അപ്പൊ ഞങ്ങളൊരു സ്ഥലം വരെ പോവാട്ടോ. അതിമോനുണ്ട് എല്ലാരും ഉണ്ട് കേട്ടോ. അവിടെ അല്ല വീട്. എവിടെയാ ആന്റിയുടെ വീട്? ആന്റിയുടെ വീട് അതല്ലേ? എവിടെ? ഏതാ ആന്റിയുടെ വീട്? ഏതാണ്? ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിലെത്തി. എൻ്റെ രണ്ടാമത്തെ ചേച്ചിൻ്റെ വീട്ടിലാണ് ഞങ്ങൾ എത്തിയത്. അപ്പോൾ അതേമാതിരി അല്ലു എപ്പോഴും പറയുന്നതാണ് നല്ല മീൻ്റെ അവിടെ എന്നൊക്കെ പറയുമ്പോൾ പിന്നെ നമ്മളൊരു പ്രതീക്ഷേൻ്റെ അപ്പുറത്ത് നമ്മൾ പോയതാട്ടോ. കാരണം മീൻ തന്നെ ആളവിടെ കാത്തിക്കുകയാണ്. ചൂണ്ടൊക്കെ ഉണ്ട്, നൂലുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ കാത്തിക്കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ വണ്ടിയിൽ പോയി എടുത്തിട്ട് പോരെന്ന് പറഞ്ഞാൽ അപ്പോൾ അതിനും വേണ്ടി ആൾ പോയതാട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ പിന്നെ ഞാനോട് ചോദിച്ച് പോകുമ്പോൾ ഒരു കൊള്ളി കാണിച്ചു, ഒരു പൂളക്കൊള്ളി മരത്തിൽ കൊള്ളി കാണിച്ചു തന്നിട്ട് ഇതുള്ളൂ വരണ്ട. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് അപ്പുറത്തൊരു കവുങ്ങിൻ്റെ മരത്തിൽ വന്നിട്ട് ചെറിയൊരു കരം കുറഞ്ഞിട്ടുള്ളൊരു പട്ട ഞാൻ വെട്ടിയെടുത്തിട്ടോ. അത് വെട്ടിയെടുത്തപ്പോൾ നല്ല രസമുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ പനൻ്റെയൊക്കെ പട്ടൻ്റെയൊക്കെ ഒരു പിടിക്കുന്ന ഒരു ഫീലിംഗ് ആട്ടോ. അത് നമ്മൾ നല്ല രസമാണ്. വലിയൊരു നീളോ കാര്യങ്ങളൊന്നും ചേട്ടാ. നമ്മളെ പെങ്ങളെ മോളാട്ടത്. അപ്പോൾ ഒക്കെ പോകണം. നമ്മൾ തിരുനെല്ലത്തെ അമ്പലമുണ്ട്. തിരുനെല്ലത്തെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കൂടിയാണ് നമ്മൾ പാടത്തേക്ക് പോകാനുള്ളത്. ഇത് നേരെ അവരെ തറവാട്ടമ്പലമാണ് തിരുനെല്ലത്തെ അമ്പലം എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമായിട്ട് ഉത്സവവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു അമ്പലമാട്ടോ. വർഷം നല്ല സെറ്റപ്പായിട്ട് ഉത്സവം ഉണ്ടാകുന്ന അമ്പലമാണ്. അപ്പോൾ അതിന് നേരെ ഫ്രണ്ടേജിലാണ് ഈ പാടം വരുന്നത് കേട്ടോ. നമ്മളെ തെയ്യാലപ്പാടാണിത്. തെയ്യാലെന്ന് നമ്മളിങ്ങോട്ട് വരുന്ന തെയ്യാല അങ്ങാടി എന്നൊക്കെ നോക്കി കാണുന്ന ഒരു പാടാണിത്. അപ്പോൾ എന്താ വെച്ചാൽ പാടത്ത് ഇപ്പോൾ നല്ല മീൻ, പൊതുവേ നല്ല മീൻ കിട്ടും. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ മീനൊക്കെ കുറേയൊക്കെ കഴിഞ്ഞു തുടങ്ങിയിരിക്കുന്നത്. സ്റ്റാർട്ടിങ്ങിൽ മോനൊക്കെ എന്തോ ഒരു വൃത്തം പിടിച്ചതാണോ. ഇപ്പോൾ പിന്നെ എത്ര മീൻ കിട്ടണില്ല കേട്ടോ ഇവർക്ക്. കാരണം അങ്ങനെ ഞാനും തുടങ്ങിയിട്ടോ വേട്ട. നമുക്കിപ്പോൾ മീൻ പിടുത്തം ഞാനുണ്ട് പേട്ടയും കൂടി അതാ പേട്ട നോക്കിയിരിക്കണം. ഇപ്പോൾ കിട്ടും വെച്ചിട്ട് അവിടെ കിട്ടണം. പിന്നെ എന്ന് പറഞ്ഞാൽ ഒരുവിധം മീൻ പിടുത്തമൊക്കെ കഴിഞ്ഞു തുടങ്ങിയിരിക്കണം. കാരണം മീനാളൊക്കെ ഇപ്പോൾ പ്രജനനത്തിൻ്റെ ടൈമല്ലേ, നമ്മൾ മറ്റേ ബ്രീഡിങ് ടൈമല്ലേ. അപ്പോൾ ഒരുവിധം മീനുകളൊക്കെ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കട്ടെ. അങ്ങനെ ഞാൻ ഒന്നിനെ പിടിച്ച് തരുമ്പോൾ നമുക്കിത് എപ്പോഴെങ്ങനെ നമുക്ക് കിട്ടൽ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളങ്ങനെ പിടിക്കൂട്ടെ. അങ്ങനെ ഞാനത് പേട്ടയ്ക്ക് ആദ്യം കൊടുത്തു. ആദ്യം അത് നേരെ എന്താ വെച്ചാൽ അല്ലുവിന് കൊടുത്തു. അങ്ങനെ പേട്ടയ്ക്ക് ഭയങ്കര ആവേശവും കാര്യങ്ങളൊക്കെ കേട്ടോ, മീനെ കിട്ടുന്നതും പിടിക്കുന്നതൊക്കെ. പിന്നെ എന്താ അതിലിടയ്ക്കിൻ്റെ അടുത്ത് ചൂണ്ട കൊളുത്തി. അതെന്താ വെച്ചാൽ ഇതിൻ്റെ കൈതോലിൻ്റെ മുള്ളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ നല്ല നായക്കരിമ്പിൻ്റെ എല്ലാം ഉണ്ട് കേട്ടോ. ചൂണ്ട നല്ല കുടുങ്ങുന്നുണ്ട് കേട്ടോ അവിടെ. മീൻ എന്താ വെച്ചാൽ അത്യാവശ്യം മീനും ഉണ്ട് കേട്ടോ അവിടെ. കണ്ണൻകുട്ടികളുണ്ട്, പൊരിക്കുണ്ട്, കടുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. പക്ഷേ നമുക്ക് കിട്ടണമെന്ന് വെച്ചാൽ നമ്മൾ വൈകുന്നേരം നേരത്തൊക്കെ വന്നപ്പോൾ എല്ലാ മീനാക്കും നല്ല വയറ് നിറഞ്ഞ് നിൽക്കുന്ന ടൈമാട്ടോ. ഒരു മീനാളും കിട്ടിയ മീനുകളൊക്കെ നല്ല വയറ് നിറഞ്ഞിരിക്കുന്ന മീനുകളാട്ടോ. പിന്നെ അതിലിടയ്ക്ക് കുറേ മീൻ ചാടിപ്പോയി, ചൂണ്ടമ്പന്ന് ചാടിപ്പോയി, കൊക്കമ്പന്ന് കൊളുത്ത് വേറിട്ടൊക്കെ പോയിട്ട് കുറേ മീൻ അങ്ങനെയും പോയിട്ടോ കിട്ടിയാൽ വെച്ചിട്ട്. ഒരുപാട് മീൻ, നല്ല മീൻ ഇഷ്ടം പോലെ കിട്ടി. അങ്ങനെ ഒന്ന് ലാസ്റ്റ് ചാടാൻ നേരത്തെ അതിന് ഞാൻ പിടിച്ചെടുത്തിട്ടോ. അങ്ങനെ അതിലിടയ്ക്ക് അല്ലുവിൻ്റെ മേത്ത് ചുണ്ടൊക്കെ ഇങ്ങനെ കൊലത്തി നിൽക്കണമായിട്ട് കണ്ടു. അപ്പോൾ ഞാൻ വേറിട്ടതിന് ശേഷമാണ് സമാധാനമായത് കേട്ടോ. കണ്ണൻ കുട്ടിയാണ്. അതിലിടണ്ട ഒരു പാത്രം എടുത്തോണ്ട് ഒരു ഞങ്ങളെ ചൂണ്ടൽ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലിടയ്ക്ക് നമ്മളെ ഈ ഇതിൻ്റെ മരത്തമ്മൽ നായ്ക്കരിമ്പിൻ്റെ കൂടി കുടുങ്ങിയിട്ടാണ്, ചൂണ്ടൊക്കെ കുടുങ്ങിയിട്ടാണ്. അത് ഒന്നരാടായ്മ ഇങ്ങനെ കുടുങ്ങുന്നുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ പുല്ലും കാര്യങ്ങൾ ചെറിയ ചൂണ്ടൊക്കെ അല്ലേ, അത് വേഗം കുടുങ്ങിക്കൊണ്ടിരിക്കും. അതിൽ കൊണ്ടേട് അതിലിട്. അയക്കിട്ടാളാ ഇതിക്കിട്, ഈ വെള്ളത്തിക്കിട് ഇടണത്.
കയ്യമ്മ കുത്തിയ പപ്പ അറിയില്ല. കയ്യമ്മ കുത്തിയ പപ്പ അറിയില്ല. ചേച്ചികളിൽ ഞങ്ങളെ കാണാനായിട്ട് അവിടെ ചായക്ക് റെഡിയാക്കി വെച്ചിട്ട് ഞങ്ങനെ ചേച്ചി കാണാതായപ്പോൾ ഞങ്ങളുടെ അടുത്തേക്ക് തിരഞ്ഞു വന്നിട്ട് അപ്പം അതിനകത്തൊന്നും കിട്ടിയില്ല. കൊത്തൽ കുറവായതുകൊണ്ട് കേട്ടോ, ഒന്നരാടം കിട്ടണുള്ളൂ. പിടിച്ചിടാ മതി. രാഗാത്ത കുട്ടിയാട്ടാ. കിട്ടിയാ അന്റെ പപ്പ അവിടെ പോയി. ചൂണ്ടലിട്. ആദ്യ എവിടെ എന്നിട്ട് കാണാനില്ല. പാട്ടിക്കറ്റ പോയാ ഒച്ചാടാ. ആ കൊക്ക മേത്തൊന്നും തട്ടണ്ട. മതിട്ടാ മേല് കോറണ്ടത്. ഒരു വലിയ ആളാണ്. ചുണ്ടിയാ മേടി പൊട്ടിക്കും. എത്ര കിട്ടി? പപ്പരായില്ല മീന്. ചൂണ്ടേ ചൂണ്ട മേത്ത് കൊടുങ്ങണ്ടാ. സമാധാനമില്ല. അതെല്ലാം അഴിഞ്ഞു പോയതോ. പോരെ കൊണ്ടേ കിട്ടി. വാലല്ല എന്റെ കുട്ടികള്. സാറില്ല അങ്ങോട്ട് എത്തുമ്പോ നന്നാക്കാം. ഞങ്ങൾ മീൻപിടുത്തൊക്കെ കഴിഞ്ഞ് വന്ന് ഏതാണ്ട് ഇരുട്ടായിട്ട് തിരയിലത്തെ അമ്പലത്തിൻ്റെ നേരെ ഫ്രണ്ടായിട്ടാണിത്. ഇതൊരു തറവാട് വീടാട്ടോ. അതിൻ്റെ മുന്നിൽ കൂടിയാണ് ഞങ്ങൾ പോകുന്നുള്ളത്. കുറച്ചൊരു നേരം ഇരുട്ടായത് കൊണ്ടാണ് കൂടുതലായിട്ട് നിന്നിട്ടില്ല. ഇനി നിൽക്കുകയാണെങ്കിൽ കുറേ മീനൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ. അങ്ങനെ ആദ്യമോനോട് മീനിൻ്റെ കവറി വെച്ചപ്പോൾ എമ്മത്തും കൈ തരുന്നില്ല കേട്ടോ. എത്ര ചോദിച്ചിട്ടും ആൾ തരുന്നില്ല കേട്ടോ. ആളതിട്ട് കളിക്കുക തന്നെ കേട്ടോ. നമ്മൾ ചോദിച്ചിട്ടൊന്നും അവൻ്റെ അടുത്ത് അത് കിട്ടില്ല കേട്ടോ. കാരണം അത്ര വാശി തന്നെയാണ് അത്. കാരണം എന്താ വെച്ചാൽ അതാണ് നമ്മൾ അളിയേട്ടത്, രണ്ടാമത്തെ ചേച്ചീൻ്റെ അളിയനാണ്. ഇതാണ് നമ്മുടെ അല്ലു, ചേച്ചീൻ്റെ മോനാണ്. അയാളാണ് മീൻപിടുത്തത്തിൻ്റെ ആശാൻ കേട്ടോ. അപ്പോൾ അത് ആദ്യം മോൻ അത് ഒരു നിലയ്ക്കും കയ്യിൽ നിന്ന് തരുന്നില്ല കേട്ടോ. ഇതാട്ടോ നമ്മൾ അല്ലു പിടിച്ച മീനുകളാണിത്. അല്ലു പാടത്തുനിന്ന് ഇത്തവണ പിടിച്ചുണ്ടാക്കിയ മീനുകൾ. അപ്പോൾ ഞങ്ങൾ ഇതേമാതിരി വീട്ടിലേക്ക് കുറച്ച് എടുക്കാൻ വേണ്ടിയിട്ട് ഡ്രമ്മെന്ന് നോക്കിയതാട്ടോ. അപ്പോൾ ഇതിലിതാ കണ്ണനുണ്ട്, കടുണ്ട്, ഇതണ്ട കടുണ്ട്, പൊരിക്കുണ്ട്, എല്ലാം എങ്ങനെ ഒരു 100 മീനോളം ഉണ്ട് കേട്ടോ മൊത്തത്തിൽ. അപ്പോൾ ഇതിന് കുറച്ച് മീൻ ആദ്യമേ ഞങ്ങൾ കൊണ്ടുപോകട്ടാ. ഇനി വീട്ടിൽ നാളെ ഉണ്ടാക്കാനും. ഇതിൽ കണ്ണനും കടും എല്ലാ മീനും ഉണ്ട്. ആമക്കുട്ടികൾ വരെ ഉണ്ട് 2 അവിടെ. അത് ചേച്ചിക്ക് വെച്ചാണല്ലോ. ചേച്ചിക്ക് അക്കുറയത്തേക്ക് ഇടാനാ.
അപ്പോൾ മീനിൻ്റെ അടുത്ത് നിന്ന് ഇതാ ഒരു പൂച്ച ഇവിടുന്ന് പോണില്ല കേട്ടാ. മീനിനെ കണ്ടിട്ട് ഒരു പൂച്ച ഇവിടുന്ന് പോണേന്നല്ലേ ഇതാ. ഏയ് ഡ്രസ്സില്ല മാറ്റാൻ. ഇതാണ് മീൻ പിടിച്ച ആളിട്ടാ, അല്ലു. പൂസലാനാണ്, പൂസലാന്, മീൻ പിടിച്ച പൂസലാന്. ഇത് പൂസലാത്തി. ഇഞ്ഞും പിടിക്കണം, ഇഞ്ഞും പിടിക്കണം ചേച്ചി. അതിലുണ്ട് എന്നാ നോക്ക. ഇഞ്ഞും പിടിക്കണം ചേച്ചി, പിടിക്കാതിരിക്കരുത്. ആ ഫുള്ള് വേണ്ടപ്പോഴാ പിടിച്ചതന്നെ മതി. വലുതാക്കി ചോട്ടെ, വലുതായിട്ട് കൊണ്ടോ. മാറി മറിഞ്ഞ് മീൻ പിടിക്കാൻ മതി. ആദ്യം ആമനെ കൊണ്ടുപോണ്ടേ. ആമനെ നോക്കട്ടെ. കടു 3 ഉള്ളൂ. അല്ല ഫുള്ള് കൊണ്ടുണ്ടല്ലോ, കുറച്ച് കൊണ്ടോട്ടെ. പിന്നെ കൊണ്ടുപോകാം. ഏറ്റവും വലിയ പൊയ്ക്കാണ്ട് ഒരാമൻ കൂടി ഉണ്ടല്ലോ. ആദ്യം ആമനെ കൊണ്ടുപോവാ. എവിടെ ആമ? ഇതാ ഇത്രങ്ങാ അഞ്ഞുണ്ട്, എന്നിട്ട് കടുണ്ട്, കണ്ണനൊക്കെ ഉണ്ട്. അല്ല അത് എന്തെങ്കിലുമൊക്കെ ആയിട്ട്. അപ്പം നല്ലത് അല്ലുവിൻ്റെ അടുത്ത് നിന്ന് പിടിച്ച മീനാണ്ടല്ലോ നന്നാക്കിക്കൊണ്ടിരിക്കുക കേട്ടാ. അപ്പോൾ ആദ്യമോനാണ് ഇവിടെ നന്നാക്കാൻ നിൽക്കേണ്ട ആള്. എത്ര നോക്കിയിട്ടും മാറണില്ല കേട്ടാ. അപ്പോൾ കുറച്ച് മീൻ ചത്തതുണ്ട്, പിന്നെ അതാ കുറച്ച് മീൻ ഇതിന്ന് എടുക്കാണ്ട് കേട്ടോ. ഇതിലുണ്ട് കുറച്ച് മുട്ടിക്കൊല്ലാനും ഉണ്ട് കേട്ടോ. പിന്നെ ഇത് ഇന്നലെ ചത്ത മീനാണ് അവൻ്റെ കയ്യിലുള്ള. നമ്മളെ മീൻ ഏതാണ്ടൊക്കെ ഞാൻ തല്ലിക്കൊന്ന് സെറ്റാക്കി. ഇനി നമുക്ക് ഇനി പൊരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ കദമ്പകളുണ്ട്. ഇതിൻ്റെ ചെതമ്പലും അതിൻ്റെ തോലും കാര്യങ്ങളും മുള്ളും കാര്യങ്ങളൊക്കെ കളയാൻ കേട്ടോ. കാരണം എന്താ വെച്ചാൽ നന്നാക്കാന്നുണ്ടെങ്കിൽ മുന്നേ തന്നെ ഇത് കയ്യിൽ വഴുക്ക് കാരണം പിടിക്കാൻ പറ്റാത്ത കാരണം ഒരുപാട് കുറച്ച് നല്ല മെഴുക്കാവും. അപ്പോൾ നമ്മൾ കുറച്ച് തോനെ വെണ്ണീറില്ലേ, നമ്മൾ അടുപ്പ് കത്തിച്ച വെണ്ണൂറ്, അതിട്ടതിന് ശേഷം നല്ല ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എങ്ങനെ പിടിച്ചാലും കയ്യിൽ നിന്ന് മീൻ കിഡാവില്ല കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതിൽ നല്ല വെണ്ണൂറ് ഇട്ടിട്ട് നല്ലൊന്നുണ്ട് നന്നാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മളെ കൊണ്ട് സ്പീഡാക്കിയിട്ട് കയ്യിൽ ഒതുങ്ങും കേട്ടോ. പിടിച്ച് നിർത്താൻ കഴിയട്ടെ മീൻ. അപ്പോൾ നമുക്കൊരു ഇതൊക്കെ പെട്ടെന്ന് നമുക്ക് ചെയ്ത് തീർക്കാവുന്ന സംഗതിയാണ്. പിന്നെന്താ വെച്ചാൽ നമ്മൾ തല ഒഴിവാക്കിയിട്ടാണ്, തല ഒരു മീനിൻ്റെ പകുതി ഭാഗം തന്നെ തല തന്നെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളതൊക്കെ ഒഴിവാക്കിയതിന് ശേഷമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. ഇനി അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് പകുതി വേസ്റ്റും പകുതി മീനുമായിട്ട് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ കുറേ മീൻ ഇതിൽ പഞ്ഞീനുള്ളതും പാറ്റാനായ മീനുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ എന്താ ചെയ്യാൻ, നമുക്കിപ്പോൾ ഇത് മീനുണ്ട് പകുതി തന്നെ വേസ്റ്റുണ്ട് എന്താ, പകുതി മീനും കഴുകല്ലേ വേസ്റ്റും. ഞങ്ങൾ കഴുകിക്കൂടി. നമ്മളിത് കഴുകണം എന്നുണ്ടെങ്കിൽ നല്ല വൃത്തി കഴുകണം എന്നുണ്ടെങ്കിൽ കുറേ ഉപ്പ്, കല്ലുപ്പോ പൊടിപ്പോ ഏതെങ്കിലുമൊക്കെ ആയിട്ട് ഉപ്പ് ഇട്ടിട്ട് നല്ലതിൻ്റെ കൊഴുപ്പും കാര്യങ്ങളും ഇതിമുള്ള ചളിയും കാര്യങ്ങളൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഉപ്പിട്ട് കഴുകണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു നിലയ്ക്ക് ഇത് വൃത്തിയാവില്ല കേട്ടോ.
അപ്പോൾ നല്ല രീതിയിൽ ഉപ്പൊക്കെ ഇട്ട് നല്ലോണം ഒരു 5-6 വട്ടം തന്നെ കഴുകി എടുക്കണം കേട്ടോ. അതിൽ നല്ല പഞ്ഞീനൊക്കെ ഉള്ള നല്ല മീനുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കൂടി അങ്ങനെ കഴുകിയാലാണ് നമുക്ക് ഏറ്റവും വൃത്തിയാവണമെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യണം കേട്ടോ. മാക്സിമം നമ്മൾ വൃത്തിയാക്കി കഴുകണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് നല്ല രീതിയിൽ ചെയ്യണം കേട്ടോ. ഉപ്പൊക്കെ ഇട്ടുകൊണ്ട് കഴുകുമ്പോൾ നല്ല വൃത്തിയാവുള്ളൂ കേട്ടോ. പിന്നെ ഇപ്പം നമുക്ക് തന്നെയല്ലേ കഴിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് പിന്നെ കേടില്ലാത്ത മീനാണ്. അമോണിയോ കുന്തോ കുറച്ചൊക്കെ ഒന്നും ഇല്ലാത്തൊരു ജാതി മീനാണ്. അപ്പോൾ നമുക്ക് ധൈര്യത്തിൽ എങ്ങനെയും കഴിക്കട്ടെ. ആർക്കും ഏത് കുട്ടികൾക്കും എപ്പോഴും കഴിക്കാവുന്ന രീതിയിലുള്ള മീനുകളാണ്. അതിനൊന്നും കേടില്ല കേട്ടോ. നമുക്ക് ഇനി എന്ത് തന്നെ ആയാലും നമ്മളിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചാലും ശരി ഒന്ന് കട്ട പിടിച്ചായി കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമ്മൾ 2 ദിവസം 3 ദിവസം വെച്ച് അങ്ങനെ ഉണ്ടാക്കട്ടെ. അതിനും കേടൊന്നുമില്ല കേട്ടോ. നല്ല മീനായതുകൊണ്ട് പാടത്തെ മീനൊക്കെ ആകുമ്പോൾ പിന്നെ അങ്ങനെ ഒരു പ്രത്യേകത കേട്ടോ. എപ്പോഴും നല്ല ഫ്രഷ്നെസ് വിട്ട് നിൽക്കില്ല. അതെപ്പോഴും പൊളിയാവും. സംഭവം എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഇതേമാതിരി ആദ്യമൊക്കെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ അതേമാതിരി ഒന്നരാടം കൊണ്ടുവന്നിന് കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ പിന്നെയും ഓരോ സമയത്തിനനുസരിച്ച് ആർക്കും പോകാൻ പറ്റാത്ത രീതിയൊക്കെ ആയപ്പോൾ ഇപ്പോൾ ആരും വല്ലാതെ മീൻ പിടിക്കാനൊന്നിനും പോക്കില്ല കേട്ടോ. ആദ്യമൊക്കെ ഇതേമാതിരി അച്ഛൻ സ്ഥിരമായിട്ട് ഞാനും അച്ഛനൊക്കെ ചെമ്മറോട്ടത്തൊക്കെ എന്നും പോയിന് കേട്ടോ. ഒന്നരാടം ഞങ്ങൾ ചെമ്മറോട്ടൊക്കെ പോയി മീൻ പിടിച്ചു. അതിന് വലിയ വലിയ പുഴമീനും കാര്യങ്ങളൊക്കെ പിടിച്ചുകൊണ്ടിരുന്നു കേട്ടോ. പിന്നെ പാടത്ത് പോയിട്ട് ഞങ്ങൾ പെട്ടെന്നൊക്കെ ചൂട്ട് നോക്കാനൊക്കെ പോയി. അപ്പോൾ കേട്ടോ നമ്മൾ മീൻ റെഡി ആയിട്ട് ഇനി മസാല കൂട്ടാനുള്ള പരിപാടിയാണ്. കുറച്ച് മുളക് പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടാ സെറ്റ്. ഇത്തിരി സുറുക്ക് ഒഴിച്ചുകൊണ്ട് ഇത്തിരി വെളിച്ചെണ്ണ ഇനി നല്ല മിക്സ് ചെയ്യാട്ടത്. മിക്സ് ചെയ്തതിന് ശേഷം നല്ല സെറ്റ് ആയതിൻ്റെ ശേഷം കുറച്ച് നേരം ഒരു 10 മിനിറ്റ് വെക്കണം കേട്ടോ. മീൻ മസാല തേച്ചിക്കാണ്ട് ഇവിടെ ഉണ്ട് ഒരാൾ മീൻകോട്ടൻ്റെ അടുത്തൊരു പൂച്ച നിൽക്കുന്നുണ്ട്. പൂച്ച കുറേ നേരം ഇവിടെ നോക്കി നിൽക്കുന്നുണ്ട്. പൂച്ച അപ്പം നല്ല പൊരിക്കാട്ടാ. അതിലൊന്നുകൂടി ഉണ്ട്. നല്ല പൊരിക്കാട്ടത് നമ്മളെ പാടത്തുള്ള പൊരിക്ക്. പിന്നെ അതേമാതിരി തിലാപ്പി അങ്ങനെയൊക്കെ പറയും. പലരും പല ജാതി പേര് പറയും. സാധനം സിലോപ്പി എന്നൊക്കെ പറയും. സംഭവം ഏതായാലും പൊളിയാണ്. മീൻ പൊരിച്ച് കഴിഞ്ഞാൽ നല്ല പൊളി മീനാട്ടത്. നല്ല രസമുള്ള മീനാണിത്. നമ്മൾ സാധാരണ ഉപ്പും മഞ്ഞപ്പൊടിയും മുളകും പൊടി ഇട്ടാൽ തന്നെ മാതി അത്രയും സെറ്റാവും കേട്ടോ. മീൻ മസാല കൂട്ടി വെച്ച് ഇനി ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാട്ടാ. എന്നിട്ട് നമ്മൾ പൊരിക്കുള്ളൂ കേട്ടോ. സംഭവം കിട്ടും കേട്ടോ. ചെയ്യേണ്ടത് നമ്മൾ ഇൻഡാലിയത്തിൻ്റെ ചട്ടി വെച്ച്. അപ്പം ഞാൻ ബാക്കിയുള്ള പരിപാടി നോക്കട്ടെ. അപ്പോൾ നമ്മളെ ചട്ടിയിൽ ഇതാ എണ്ണ വെച്ചുകൊണ്ടേ ഇരിക്കേണ്ടത്. ആദ്യമോനെ അംഗനവാടി ഒരാഴ്ചത്തെ ലീവ് കഴിഞ്ഞ് അംഗനവാടിയൊക്കെ തുറക്കണം. അപ്പം ആദ്യമോനെ അംഗനവാടിയിലൊക്കെ കൊണ്ടാക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പം ഒന്ന് കൊണ്ടാക്കണം കേട്ടോ അവനെ അംഗനവാടിയിൽ. എന്തിടാ എനിക്ക് അവിടെ പൊള്ളിയാ? ആദ്യമോനെ ആ ചായ കുടിക്കുമ്പോൾ ബാക്ക് വെച്ച് കണ്ട് പൊള്ളിയിരിക്കണം കേട്ടോ. അപ്പം അതിൻ്റെ സങ്കടം പറയണം അവിടെ. പൊള്ളിനാ? അപ്പൊ എണ്ണ തിളച്ചുകൊണ്ടിരിക്കട്ടെ. എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഏതായാലും നമുക്ക് മീൻ പൊരിക്കാം. അതെ മീൻ കൊട്ടൻ്റെ അടുത്ത് ഒരു പൂച്ച നിൽക്കണ മാതിരി തമ്മി ഇപ്പൊ പൊരിക്കും എന്നതിനോട് ഒരാളിങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ. അവിടെ അണക്ക് തരൂല വേണ എന്നായിക്കോട്ടെ. അപ്പൊ ഓന് കൊടുക്കട്ടെ നമുക്ക്. അപ്പോൾ തൊട്ട് ആദ്യമോൻ്റെ അടുത്ത് നല്ല കരിവേപ്പിൻ്റെ ഉണ്ട് ഉള്ളടുത്ത്. അത് ഞാൻ അപ്പുറത്ത് സലാമാക്കാൻ്റെ വീട്ടിൽ നിന്ന് പിടിച്ചു കൊടുക്കും കേട്ടോ. നല്ല കരിവേപ്പിൻ്റെ സൂപ്പർ കരിവേപ്പിൻ്റെ കേട്ടോ നട്ടൂടെ. അപ്പോൾ ഏതായാലും ഇത് നമ്മളെ ഇനി ഇത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി കരിവേപ്പിൻ്റെ ഒന്നുണ്ട് 2 ലിറ്റർ കണ്ട് ഇനിയാണ് മീൻ പൊരിക്കാറുള്ളത് കേട്ടോ. റെഡി. അപ്പോൾ തൊട്ട് നമ്മളെ പൊരിക്കുകളായിട്ട് ഓരോന്നായിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. വലുതും ചെറുതും ഒക്കെ കൂടി ഇന്നിട്ട് എല്ലാ മീനും ഉണ്ട് അതിൽ. വലുത് മാത്രമൊന്നുമല്ല. സംഗതി പാടത്തെ മീൻ പൊളിയാണെന്നുള്ളത് ഇപ്പം ആരും പറഞ്ഞു തരണ്ടല്ലോ. എല്ലാവർക്കും അറിയേണ്ട കേസാണ്. വേണ്ടവർ കമന്റ് ഇടാൻ ഇങ്ങോട്ട് വരിക. നല്ല മീനാട്ടാ. നമ്മൾ അല്ലുമ്മ പിടിച്ചതാട്ടാ. അല്ലു കുറേ കഷ്ടപ്പെട്ട് പിടിച്ചാണ്. ഞാനും പിടിച്ച് കുറച്ച്. നമ്മൾ കൂടുതലായിട്ടൊന്നും പിടിച്ചിട്ടില്ല. ഇല്ല ആദ്യേ ഞാനൊരു 5 പിടിച്ചിട്ടുള്ളൂ കേട്ടോ. ആകെ ഓന് പിടിച്ചിക്കണോ തോനെ പിടിച്ചിക്കണു കേട്ടാ. ഓൻ തന്നെയാണ് മുഴുവൻ പിടിച്ചത് അല്ലേ? ആ ശരി. അപ്പോൾ എന്താണ് കരിവേപ്പിൻ്റെ തണ്ടേറ്റതാ അവന് കളിച്ചുകൊണ്ടിരിക്കട്ടാ.
ചേട്ടാ ആദ്യം മുതൽ മീനിലിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. വേണ്ട ചേട്ടാ, ആദ്യം കളിക്കണ്ടടാ. ഇന്ന് ചിന്നുണ്ട്, എന്നിട്ട് അങ്കലവാടി പോകണ്ടേ? ആ ആയിക്കോട്ടെ ചേട്ടാ, പോണം പോകണോ? അല്ലുട്ടം പിടിച്ച മീനാണിത്, നോക്കാണേ ഇത്ര നല്ല മീനാണോ. നമ്മളൊക്കെ ചൂണ്ടിട്ട് കുറച്ച് നേരം എന്നും പോട്ടാ. മീൻ തുടങ്ങി എന്നാണോ അന്നോട്ട് രാവിലെ വരെ സ്കൂളിൽ ഒരാഴ്ച ലീവില്ല, അങ്ങനെ പിടിച്ചുണ്ടാക്കിയിട്ടതൊക്കെ ചെക്കനെ. അങ്കലാടി പോവാനുള്ള കേട്ടാ. മറിച്ചിട്ട് എടുക്കാം. അപ്പം എല്ലാ മീനും മറിച്ചിട്ടിട്ടാ. ഇനി നേരെ എന്ത് ചെയ്ത് ഒരു ഭാഗം കൂടി വേവാണ്ട് ഇനി അത് വെന്തിട്ട് വേണം ഇവിടെ ഒരു പൂച്ചയ്ക്ക് മീൻ കൊടുക്കാനേ. ഇതാ ഏ അപ്പോൾ മീൻ കോരട്ടെ. നമ്മളെ മീനൊക്കെ ഏതാണ്ട് റെഡിയായി സെറ്റായിട്ടാ. അപ്പോൾ ഇതാ കോരിക്കൊണ്ടിരിക്കണം. അവിടെ ഒരു പൂച്ച ഉണ്ട്, നോക്കിക്കൊണ്ടേയിരിക്കണം. ആ പൂച്ച ഞങ്ങളെ പൂച്ച ഉണ്ട് അവിടെ നോക്കിക്കൊണ്ടിരിക്കണേ, ചിരിക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടാ. അപ്പോൾ മീൻ റെഡി ആയിട്ടാ. ഇനി ബാക്കിയൊക്കെ ഇതേപോലെ പൊരിച്ചെടുക്കട്ടെ കേട്ടോ. ഇനി ബാക്കിയുള്ള മീനുകളൊക്കെ ഇതേമാതിരി പൊരിച്ചെടുക്കട്ടെ. ഇനി അപ്പം ഞങ്ങളിതാ ടേസ്റ്റ് നോക്കട്ടെ. ഞങ്ങളിതാ മീനൊക്കെ പൊരിച്ച് സെറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇനി അയ്യോ ആ പൂച്ചയ്ക്ക് കൊടുത്ത്, ആ പൂച്ചയ്ക്ക് കൊടുത്ത്, പൂച്ചയ്ക്ക് കൊടുത്തിട്ട് ബാക്കിയുള്ളവർ കൊടുത്താൽ വേണ്ട. അപ്പോൾ ആദ്യം പൂച്ചയ്ക്ക് കൊടുക്കും, എന്നിട്ട് ബാക്കിയുള്ളവർ കൊടുക്കാം. ആദ്യം പൂച്ച ഞങ്ങളെ പൂച്ച കഴിച്ചേ. രസണ്ടാ? എങ്ങനെയുണ്ട്? നോക്കട്ടാ എന്തായാലും നമ്മളെ എല്ലാ മീനിനേക്കാൾ ടേസ്റ്റി മീൻ തന്നെയാവും. കാരണം ഇത് വേറൊരു സ്നാക്കാണ്. ഇത് നോക്കിയിട്ട് അതിൻ്റെയൊക്കെ ഇത് സംഗതികൾ കാണുമ്പോൾ നല്ല സൂപ്പർ മീനാട്ടാ. അപ്പോൾ അടുത്തത് ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതവിടെ ഞങ്ങളെ പൂച്ച ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. കൊണ്ട കൊടുത്തു എങ്ങനെയുണ്ടെന്ന് ചോദിച്ചത്. ഈ അമ്മയ്ക്ക് ഒന്ന് കൊടുത്തിട്ടാണ് കൊണ്ട കൊടുത്തത്. എങ്ങനെയുണ്ട് ചോദിച്ചത്. ഒന്നെടുത്താളാ, അതിന് ഒന്നെടുത്തിട്ട് പോയിക്കോ. ഇതൊട്ട് നമ്മളെ മീന് തോലൊക്കെ നല്ല ഞാൻ വരുത്തി കളഞ്ഞ കേട്ടാ. അമ്മയ്ക്ക് ഇത് പൊരിച്ചിട്ട് വേണം പോവാൻ. നോക്കുക പൂച്ച ഒക്കെ പൂച്ച തന്നെയാണ്. ഇല്ലാതി അപ്പയും പൂച്ചല്ലേ? മീൻ പൂച്ച ഇനി തിന്നാണ്ടെന്നോ.
അപ്പോൾ തന്നെ ഞങ്ങളെ മീനിൻ്റെ വീഡിയോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. കമന്റ് ചെയ്യാ, അപ്പോൾ ഇത് ആദ്യമോനും പറയട്ടാ, ഷെയർ ചെയ്യാ, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ആദ്യമോൻ്റെ വീഡിയോ കാണണം. നിങ്ങളെ കൊച്ചു ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് തരണം. ഇന്ന് ഞാൻ അംഗനവാടിയിൽ പോവും. പോവൂല. ശരി. അപ്പം എല്ലാവരോടും ഓക്കെ ബൈ. കൈ ടാറ്റാട്ടി കൊടുക്ക്. ഓക്കെ ബൈ.